Welcome to Polar Grammar classes. Today we have singular and plural. The word singular means single or one. The word plural means more than one. Now we can discuss how to form plural of nouns. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് by adding the letter s to the singular. ഏകവചനത്തോടൊപ്പം എസ് ആഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ പ്ലൂറൽ കണ്ടെത്താം. ഫോർ എക്സാമ്പിൾ ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്, ചെയർ ചെയേഴ്സ്, ട്രീ ട്രീസ്. ഇനി അടുത്ത ഒരു മെത്തേഡ് ബൈ ആഡിങ് ഇ എസ് ടു ദി സിംഗുലർ. സിംഗുലറിനോട് കൂടി നമുക്ക് ഇ എസ് ചേർക്കാം, പക്ഷേ അത് ചേർക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. അതായത് നൗൺസ് എൻഡിങ് എസ്, എസ് എച്ച്, സി എച്ച് ആൻഡ് എക്സ്. അതായത് എസ്സിലോ എസ് എച്ചിലോ സി എച്ചിലോ എക്സിലോ അവസാനിക്കുന്ന നൗൺസിനോട് കൂടിയാണ് നമ്മൾ ഇ എസ് ചേർത്ത് പ്ലൂറൽ തയ്യാറാക്കുന്നത്. എക്സാമ്പിൾ ഗ്യാസ് ഗ്യാസസ്, ക്ലാസ് classes, dish dishes, brush brushes, church churches, watch watches, box boxes, tax taxes. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതായത് എക്സിൽ അവസാനിക്കുന്ന ഒരു വേർഡാണ് ഓക്സ്. ഓക്സിൻ്റെ പ്ലൂറൽ ഓക്സൺ. ഇനി മറ്റൊരു മെത്തേഡ്, നമ്മൾ ഓയിൽ അവസാനിക്കുന്ന സിംഗുലർ വേർഡ്സിനോട് കൂടി ഇ എസ് ആഡ് ചെയ്ത് നമുക്ക് പ്ലൂറൽ തയ്യാറാക്കാം. ഓയിൽ അവസാനിക്കുന്നത് എക്കോ. എക്സാമ്പിൾ എക്കോ എക്കോസ്, മാംഗോ മാംഗോസ്, ടൊമാറ്റോ ടൊമാറ്റോസ്, ഹീറോ ഹീറോസ്. ഇപ്പം നമ്മളിവിടെ കണ്ട ഓയിൽ അവസാനിക്കുന്ന എല്ലാ നൗൺസിൻ്റെയും ഓയ്ക്ക് തൊട്ട് മുന്നിൽ വരുന്ന സൗണ്ട് കൺസോണൻറ്റ് സൗണ്ടാണ്. കൺസോണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് നമ്മളവിടെ ഓ മാറ്റി പകരം ഇ എസ് ആക്കി. അതേസമയം ഓയ്ക്ക് തൊട്ട് മുന്നിൽ ഒരു വൗവൽ സൗണ്ടാണ്, വൗവൽ ലെറ്ററാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇ എസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല, എസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഓയ്ക്ക് മുന്നിൽ വൗവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എസ് മാത്രം ആഡ് ചെയ്താൽ അതിൻ്റെ പ്ലൂറൽ കിട്ടും. റേഡിയോ റേഡിയോസ്, സ്റ്റുഡിയോ സ്റ്റുഡിയോസ്, ബാംബു ബാംബൂസ്, കുക്കു കുക്കൂസ്, സ്റ്റീരിയോ സ്റ്റീരിയോസ്. Then nouns ending in y preceded by a consonant form, their plural will be changed into y changes into is. Nouns ending in y preceded by a consonant form their plural by changing y into is. അതായത് വൈക്ക് തൊട്ട് മുന്നിൽ ഒരു കൺസോണൻറ്റ് സൗണ്ടാണ് വരുന്നതെങ്കിൽ ആ വൈ മാറി പകരം ആ ഇ എസ് ചേർത്താൽ അതിൻ്റെ പ്ലൂറൽ കിട്ടും. ഫോർ എക്സാമ്പിൾ സ്റ്റോറി. സ്റ്റോറി എന്നുള്ള വേർഡ് വൈയിലാണ് അവസാനിക്കുന്നത്, പക്ഷെ അതിന് തൊട്ട് മുന്നിലുള്ള ആറ് ഒരു കൺസോണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ വൈ മാറ്റി അതിൻ്റെ പ്ലൂറലാക്കാൻ ഐ എസ് ചേർക്കുന്നു. ഇപ്പോൾ സ്റ്റോറി സ്റ്റോറീസ്. അതുപോലെ ബേബി, വൈക്ക് തൊട്ട് മുന്നിലുള്ള അക്ഷരം ബി ആണ്, അതൊരു കൺസോണൻറ്റ് സൗണ്ടാണ്. അതുകൊണ്ട് ഈ വൈ മാറ്റി പകരം ഐ എസ് ആക്കി മാറ്റുന്നു. സ്റ്റോറി സ്റ്റോറീസ്, പാർട്ടി പാർട്ടീസ്, ബേബി ബേബീസ്, ലേഡി ലേഡീസ്. ഇനി ഈ വൈക്ക് തൊട്ട് മുന്നിൽ ഒരു വൗവലാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ ഐ എസ് വേണ്ട, വെറും എസ് മതി. ബോയ്, ബോയ്ക്ക് അവസാനമുള്ള ആ വൈക്ക് തൊട്ട് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വൗവലാണ്, ഓയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബോയ് ബോയ്സ്. ജേണി, വൈക്ക് തൊട്ട് മുന്നിൽ ഇ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ജേണീസ്. കീ, വൈക്ക് തൊട്ട് മുന്നിൽ ഇ ആണ് വന്നിരിക്കുന്നത്, വൗവലാണ്, അതുകൊണ്ട് എസ് മാത്രം ചേർത്താൽ പ്ലൂറൽ കിട്ടും. കീ കീസ്, വാലി വാലീസ്. ഇനി അടുത്ത മറ്റൊരു മെത്തേഡ്, നൗൺസ് എൻഡിങ് ഇൻ എഫ് ഓർ എഫ് ഇ. ഇപ്പം എഫിലോ എഫിയിലോ അവസാനിക്കുന്ന നൗൺസിൻ്റെ പ്ലൂറൽ കിട്ടാൻ നമ്മൾ എഫ് എഫ് ഇ മാറ്റി പകരം
VS ചേർക്കുന്നു. എക്സാമ്പിൾ കാഫ്, കാവ്സ്, ലീഫ്, ലീവ്സ്, വൈഫ്, വൈവ്സ്, നൈഫ്, നൈവ്സ്. ഇനി ഇതിന് കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആ എക്സെപ്ഷൻസ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലിഫ് അതിൻ്റെ പ്ലൂറൽ ക്ലിഫ്സ് ആണ്. അവിടെ എഫിന് ഒരു മാറ്റവും വരുന്നില്ല. പ്രൂഫ്, പ്രൂഫ്സ്, പഫ്, പബ്സ്, റൂഫ്, റൂപ്സ്, ചീഫ്, ചീഫ്സ്, ബിലീഫ്, ബിലീവ്സ്, സേഫ്, സേഫ്സ്, ഗൾഫ്, ഗൾഫ്സ്, ബ്രീഫ്, ബ്രീഫ്സ്, കർച്ചീഫ്, കർച്ചീഫ്സ്, ഡോർഫ്, ഡോർഫ്സ്. ഇനി മറ്റൊരു മെത്തേഡ്, സിംഗുലർ നാമരൂപത്തിൽ ഇൻറ്റേർണൽ വൗവൽസിലെ മാറ്റം വരുത്തി നമുക്ക് പ്ലൂറൽ ആക്കാം. അതായത് മാൻ, മാനിലെ ഇൻറ്റേർണൽ വൗവലാണ്, ഒരു വൗവലേ ഉള്ളത് ഇൻറ്റേർണൽ വൗവലാണ്. അതായത് ആദ്യമോ അവസാനമോ അല്ല, ഇടയ്ക്ക് വരുന്ന വൗവൽ. ആ വൗവലിലെ മാറ്റം വരുത്തി അതിൻ്റെ പ്ലൂറൽ നമുക്ക് തയ്യാറാക്കാം. മാൻ, മെൻ, വിമൺ, വിമൻ. അതുപോലെ തന്നെ മൗസ്, അല്ല ആ രണ്ട് വൗവൽ മാറ്റി നമ്മൾ മൈസ് ആക്കുന്നു. ഓയോ മാറ്റിയിട്ട് പകരം ആക്കി മൈസ്. ലവ്സ്, ലൈസ്. പിന്നെ ചില വേർഡ്സ് ഉണ്ട്, ചില നൗൺസിൽ ഡബിൾ ഒ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ടൂത്ത്, ഫൂട്ട്, ഗൂസ്. ഇങ്ങനെയുള്ള വേർഡ്സിൽ ആ ഡബിൾ ഒ മാറ്റി നമ്മൾ ഡബിൾ ഇ ആക്കി മാറ്റുന്നു. ടൂത്ത്, ടീത്ത്, ഫൂട്ട്, ഫീറ്റ്, ഗൂസ്, ഗീസ്. ഇനി മറ്റൊരു മെത്തേഡ്, അതായത് കോമ്പൗണ്ട് നൗൺസ്. കോമ്പൗണ്ട് നൗൺസ് എന്ന് വെച്ചാൽ സംയുക്ത പദം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സൺ ഇൻ ലോ, ഫാദർ ഇൻ ലോ, കമാൻഡർ ഇൻ ചീഫ്, ലേഡി സ്റ്റാഫ്. ഇങ്ങനെ വരുന്നതാണ് സംയുക്ത പദം അല്ലെങ്കിൽ കോമ്പൗണ്ട് നൗൺ. ഈ കോമ്പൗണ്ട് നൗണിൽ പ്രിൻസിപ്പൽ വേർഡിനോട് കൂടി നമ്മൾ എസ് ചേർത്ത് പ്ലൂറൽ ഉണ്ടാക്കാം. പ്രിൻസിപ്പൽ വേർഡ് എന്ന് വെച്ചാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്. ഇപ്പോഴാ ഫോർ എക്സാമ്പിൾ മദർ ഇൻ ലോ, മദർ ഇൻ ലോ എന്നുള്ള ആ കോമ്പൗണ്ട് നൗണിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേർഡ് മദറാണ്. അപ്പോൾ ആ മദറിൻ്റെ കൂടെ എസ് ചേർത്ത് നമ്മൾ മദേഴ്സ് ഇൻ ലോ എന്ന് ആക്കി മാറ്റുന്നു. എക്സാമ്പിൾസ് നോക്കാം. സൺ ഇൻ ലോ, സൺസ് ഇൻ ലോ, കമാൻഡർ ഇൻ ചീഫ്, കമാൻഡേഴ്സ് ഇൻ ചീഫ്, പാസർ ബൈ, പാസേഴ്സ് ബൈ, സ്റ്റെപ്പ് ഡോട്ടർ, സ്റ്റെപ്പ് ഡോട്ടേഴ്സ്. അവിടെ ഡോട്ടറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്. അപ്പം മുഖ്യപദം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വേർഡ് ഡോട്ടറാണ്. അപ്പോൾ പ്രിൻസിപ്പൽ വേർഡിനോട് കൂടിയാണ് എസ് ചേർക്കേണ്ടത്. സ്റ്റെപ്പ് ഡോട്ടേഴ്സ്, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് മദേഴ്സ്, ലേഡി സ്റ്റാഫ്, ലേഡീസ്, ലേഡി സ്റ്റാഫ് എന്നുള്ളത് ലേഡീസ് സ്റ്റാഫ്. ഇനി അതിനുള്ള എക്സെപ്ഷൻസ് ഉണ്ട്. മാൻ സെർവൻറ്റ്, മെൻ സെർവൻറ്റ്സ്, വിമൻ സെർവൻറ്റ്, വിമൻ സെർവൻറ്റ്സ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗോൾഡ്, മിൽക്ക്, സോറോ തുടങ്ങി എണ്ണാൻ കഴിയാത്ത നാമങ്ങൾക്ക് പ്ലൂറൽ രൂപം ഇല്ല. ഗോൾഡ്, മിൽക്ക്, സോറോ തുടങ്ങി എണ്ണാൻ കഴിയാത്ത നൗൺസിന് പ്ലൂറൽ ഫോം ഇല്ല. ഇനി അതുപോലെ തന്നെ മറ്റു ഭാഷകളിൽ നിന്നും കടമെടുത്ത കുറച്ച് നൗൺസ് ഉണ്ട്. അതിന് എന്ന് വെച്ചാൽ അത് ആ വേർഡ്സ് അവയുടെ പഴയ പ്ലൂറൽ ഫോം തന്നെ റീറ്റെയിൻ ചെയ്തു പോകുന്നു. അതായത് ഫോർ എക്സാമ്പിൾ അലൂമിന, അലൂമിനി, ഫോർമുല, ഫോർമുലേ, ലാർവ, ലാർവേ, ഫംഗസ്, ഫംഗി, ന്യൂക്ലിയസ്, ന്യൂക്ലിയേ, ഡേറ്റം, ഡേറ്റ്. അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.